ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 24. അനുഭവം ഗുരു. മോഹനേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ചാടിക്കടിക്കല്ലേ പ്ലീസ്. ചാടിക്കടിക്കുന്ന കാര്യം പറയണ്ട. അങ്ങനെയല്ല, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാ. എന്താ കാര്യം എന്ന് പറയാൻ? ലക്ഷ്മിയുടെ കാര്യമാ. അവർക്ക് ഇന്നലെ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തല്ലോ. ലാപ്ടോപ്പിന്റെ കാര്യമല്ല, പിന്നെ അവൾ ഈയിടെയായിട്ട് കുറച്ച് ഉഴപ്പുന്നുണ്ടോന്ന് ഒരു സംശയം. ഫൈനൽ എക്സാമിന് ഇനി ആകെ 3 മാസമല്ലേ ഉള്ളൂ. ഉഴപ്പാതെ നീ നോക്കണം, അതിനല്ലേ നീ. ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ല മോഹനേട്ടാ. അവള് ഞാൻ പറഞ്ഞതൊന്നും കേക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വീട്ടിലൊരു പെൺകുട്ടി ഉള്ളപ്പോ അവളുടെ കാര്യം നോക്കേണ്ടത് വീട്ടിലുള്ള നിന്നെപ്പോലൊരാളുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് എത്ര സഹായിക്കാൻ പറ്റും? ഞാൻ പഠിച്ചത് ബോട്ടണി, അവള് പഠിക്കുന്ന ഹിസ്റ്ററി. എങ്കിൽ പിന്നെ ഒരു ട്യൂഷൻ ഏർപ്പെടുത്താം. എന്ത് പറയുന്നു? ട്യൂഷനും പ്രശ്നമാണ്. കോളേജിൽ നിന്ന് ട്യൂഷന് പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അവള് വൈകും. രാവിലെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങേണ്ടി വരില്ലേ? ട്യൂഷൻ മാസ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊരിക്കലും പരീക്ഷിച്ചതല്ലേ. നമ്മൾ രണ്ടാൾ ഇവിടെയുള്ള നേരത്തല്ലേ ട്യൂഷൻ ആളെ കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെയൊന്നും നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല മോഹനേട്ടാ. പിന്നെ എന്ത് വേണമെന്ന് നീ പറയുന്നേ? ലക്ഷ്മിയുടെ കോളേജിന് ഒരു ഹോസ്റ്റലുണ്ട്. അവളെ നമുക്ക് അവിടെ ആക്കിയാലോ? ഹോസ്റ്റലിലോ? ഹോസ്റ്റലില്. അവിടെയാകുമ്പോ കോളേജ് വിട്ടതിന് ശേഷം ട്യൂഷനും ഉണ്ട്. കുറച്ച് വൈകിയാലും നമുക്ക് പേടിക്കാനില്ല. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോകും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആരാ ഈ വിവരക്കേട് പറഞ്ഞത്? എടി, വീട്ടുകാരുടെ ശ്രദ്ധയില്ലാതെ ഹോസ്റ്റലിൽ വളരുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? എന്താ ഒക്കെ മരംകേറികളാ. ഹോസ്റ്റലിൽ എന്താ ചെയ്തുകൂടാത്തത് നിനക്കറിയോ? ഹോസ്റ്റലിൽ കൂട്ടുകൂടി കള്ളു കുടിക്കുകയും കഞ്ചാവ് വലിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ വരേണ്ടു. ആര് പറഞ്ഞു മോനേട്ടാ? PWDയിലെ സുരേന്ദ്രൻ പറഞ്ഞതാ. ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിലെ റോഡിൽ നിന്ന് ഒരു ദിവസം അയാൾക്കൊരു ഒഴിഞ്ഞ മദ്യക്കുപ്പി കിട്ടിയെന്ന്. അവര് കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞതാണ്. നല്ല ന്യായം. അപ്പോ നമ്മുടെ വീടിന് പുറത്ത് ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് മോഹനേട്ടൻ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞെന്നാണോ? ആണോ? അല്ലല്ലോ. മോഹനേട്ടാ, ഹോസ്റ്റലിൽ പോയതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയും വഴി തെറ്റിയതായിട്ട് ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. വഴി തെറ്റാനുള്ളവർ എവിടെ പോയാലും വഴി തെറ്റുവേ. അനിയത്തി പഠിച്ച് നല്ല മാർക്കോടെ പാസ് ആവണമെന്ന് ഏട്ടന് മോഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യണം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്നേ അവക്ക് ഒരു ചെറുക്കനെ നോക്കിക്കൂ. കെട്ടിച്ചുവിടാം നമുക്ക്. ഡിഗ്രി തോറ്റാ പിന്നെ കെട്ടിച്ചുവിടാതെ വേറെന്താ വഴി? ഡിഗ്രി തോക്കി? നീ വലിയ വക്കീലായതുകൊണ്ടാണ് എന്റെ അനിയത്തോടൊരു പുച്ഛം. അവൾ ഡിഗ്രി തോക്കുമെന്നു. എങ്ങനെ നോക്കാൻ? അവൾ ഈ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ അനിയത്തിയാണ്. അത് യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് അറിയില്ലല്ലോ. ഉത്തരക്കടലാസിൽ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ അവര് മാർക്ക് ഇടുകയുള്ളൂ. അല്ലെങ്കിൽ ഉത്തരം മാറ്റി ഞാൻ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ അനിയത്തിയാണ് എന്ന് എഴുതണം. അപ്പൊ പേപ്പർ നോക്കുന്ന സാറ് മാർക്ക് ഇടും. നീ ആളെ കളിയാക്ക. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ലക്ഷ്മിയെ ഹോസ്റ്റലിൽ വിട്ടാ പിന്നെ നിന്റെ ഭരണമായിരിക്കുമല്ലോ ഇവിടെ. എന്റെ കൂടെ കൂടാൻ പിന്നെ ആരുമില്ലല്ലോ ഇവിടെ. അല്ലെങ്കിലും അവള് മോഹനേട്ടന്റെ കൂടെ കൂടാറില്ലല്ലോ. ആര് പറഞ്ഞു? എടി, ഇടയ്ക്കിടെ അവൾ നിന്റെ കൂടെ കൂടുന്നത് എന്തെന്നറിയോ? അഭിനയം. നിനക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. അവൾ ഏത് കാര്യത്തിനും അവളുടെ ഏട്ടനായി ഈ മോഹനകൃഷ്ണന്റെ കൂടെ നിൽക്കൂ. ഇത് സാറിന്റെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഹോസ്റ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞത് തന്നെ അവളാണ്. അവളോ? അവിടെയാവുമ്പോ അവളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. കമ്പനി സ്റ്റഡിക്ക് പറ്റിയ സ്ഥലമാണ്. പോരാത്തിന് ട്യൂഷനും ഉണ്ട്. ഇനി വെറുതെ അവളുടെ മെക്കിട്ട് കയറാൻ നിൽക്കല്ലേ. ഒരുപാട് നാളൊന്നുമില്ലല്ലോ. വേറെ 3 മാസമല്ലേ ഉള്ളൂ. പരീക്ഷ കഴിയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു പോരാ. ഇതൊക്കെയാണ് ബോധമുള്ള മനുഷ്യന്മാര് ചെയ്യുന്നത്. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഹോസ്റ്റലിൽ പോണം എന്ന് നീ പറഞ്ഞു. എന്തിന്?
അത് ചേച്ചി പറഞ്ഞല്ലോ. ഇവിടെ നിനക്ക് എന്താ കുറവ്? ഏട്ടാ, ഇവിടെയാണെങ്കിൽ എനിക്ക് ട്യൂഷന് പോകാൻ പറ്റില്ല. പക്ഷെ ഹോസ്റ്റലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. മോളെ, അതൊക്കെ വലിയ അപകടമാ. എന്താ അപകടം? ഹോസ്റ്റലിൽ പട്ടിയുണ്ടാ കടിക്കും. അതല്ല മോളെ, നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ വീട്ടുകാരുടെ കൂടെ തന്നെ കഴിയണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ആ ലക്ഷ്മി, നിനക്ക് കല്യാണാലോചന വരുമ്പോഴും സാർ ഇത് തന്നെ പറയും, വീട്ടുകാരുടെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ല ഇല്ല, നിർത്തി. ഒരു കാര്യം പറയുമ്പോ അതിന്റെ കയറരുത്. ഇല്ല, ഞാൻ പറയുന്നില്ല. മോളെ ലക്ഷ്മി, ഈ ഹോസ്റ്റലിലേക്ക് താമസിക്കുന്ന പെൺകുട്ടികൾ മരം കയറുകളായിരിക്കും. മരം കയറാൻ ഞാനെന്താ കുരങ്ങോ? സാറേ, സാറേ, ഞാൻ വരട്ടെ. ചേച്ചി ആരുമില്ല. ഉത്തമൻ വന്നത് നന്നായി. ഒരു അഭിപ്രായം ചോദിക്കാൻ ആളില്ലാതിരിക്കായിരുന്നു. എന്ത് സാറേ പ്രശ്നം? അതായത് പെൺകുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നതിനെ പറ്റി എന്താണ് ഉത്തമന്റെ അഭിപ്രായം? ഇക്കാര്യത്തിൽ സാറിന്റെ അഭിപ്രായം എന്താണ്? ഒരിക്കലും പാടില്ല. പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകും. അയ്യോ, അങ്ങനെ തെറ്റാൻ വേണ്ടി മാത്രം വഴിയുണ്ടോ സാറേ ഹോസ്റ്റലിൽ? ഇതെന്തോന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്? അതല്ല, പെൺകുട്ടികൾ ചീത്തയായി പോകും. അത് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. പെൺകുട്ടികള് വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് നല്ലത്. അല്ല, ഇതിപ്പോ ചോദിക്കേണ്ട കാര്യം എന്തുവാ? ലക്ഷ്മിയെ ഹോസ്റ്റലിൽ നിർത്തണമെന്ന് ഭാമയ്ക്കൊരു മോഹം. അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഈ മോഹനകൃഷ്ണന്റെ അടുത്ത് നടക്കില്ല. അത് വേണ്ട സാറേ. അയ്യോ, ഹോസ്റ്റലിൽ നിൽക്കുന്ന സകല പെൺകുട്ടികളും വഴിതെറ്റി പോകുമെന്നും കള്ളു കുടിക്കുമെന്നാണോ ഉത്തമന്റെ അഭിപ്രായം? അല്ല, അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന മുഴുവൻ പെൺപിള്ളേര് വെള്ളമടി തുടങ്ങിയാലേ ഈ ബിവറേജസ് കോർപ്പറേഷനിൽ ഇപ്പൊ കൊടുക്കുന്ന മദ്യം ഒന്നും തികയില്ലായിരുന്നില്ല സാറ്. പക്ഷേ ലക്ഷ്മിയെ ഹോസ്റ്റലിൽ നിർത്താൻ പറ്റില്ല. എന്തിനാണ് ഈ വാശി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എന്റെ വീടാണ്, ഞാൻ വാശി പിടിക്കും. അത് മനസ്സിലിരിക്കുള്ളൂ. ഇത് എന്റെ കൂടി വീടാണ്. അത് നീ തീരുമാനിച്ചു. ഒന്ന് നിർത്തൂ. ഇപ്പൊ ആക്ച്വലി എന്താണ് പ്രശ്നം? ലക്ഷ്മി ഹോസ്റ്റലിൽ പോണോ വേണ്ടയോ? അല്ല, അതിപ്പോ സാർ എന്നോട് ചോദിച്ചിട്ട് കാര്യം, ആ കുട്ടിയോട് തന്നെ ചോദിക്കണം. അവളാണല്ലോ പറഞ്ഞത് പോണോന്ന്. അത് നീ പറയിച്ചല്ലേ? ഞാനോ? പക്ഷേ ഉത്തമ, ആ കളി ഇവിടെ നടക്കില്ല. ലക്ഷ്മി ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല. അയ്യോ, പറ്റില്ല സാറേ. അതെ, പിന്നെ അതാ ഇതെന്ത് സ്വഭാവം ഉത്തമ? ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കില്ലെന്ന് വെച്ചാ? അത് സാറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വക്കീല് മോശമല്ലല്ലോ വാശിയുടെ കാര്യത്തില്. പക്ഷെ ഉത്തമ, അയ്യോ പ്ലീസ്, എന്നെ വിട്ടേക്ക്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാളും അമേരിക്ക അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത്. അയ്യോ, പറഞ്ഞ പോലെ മോനോടി സാറിനെ കാണാനല്ലോ ഞാൻ വന്നത്. സാറൊക്കെ പോയല്ലോ. ആ പാറപ്പുറത്തെ ഗംഗാറിന്റെ ജാതി സർട്ടിഫിക്കറ്റ് എന്തായി? അതിനു മറുപടി ഞാൻ തന്നെ പറയണ്ട. അതിന്റെ മറുപടി സാറ് തന്നെ പറയട്ടെ. സംഭവം ജാതി സർട്ടിഫിക്കറ്റ് ആണ്, അതും പാറപ്പുറം ഗംഗാറിന്റെ. ഞാൻ എന്നാ പൊക്കോട്ടെ. നിങ്ങൾ കുറച്ച് പുറകോട്ടേക്കണേ. തരൂ. 48 ചുവപ്പ് അതിനടിയിലുള്ള. ഒന്ന് മാറേ, എന്തിനു തള്ളുന്നത്? എന്റെ ശിശുപാല, നിങ്ങൾക്കിത് എവിടെയാ? ഈ ആൾക്കാരെ വന്ന് ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് ഇവിടെ എന്താ ജോലി? അയ്യോ, ഞാൻ പിയൂണല്ലേ സാർ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, ഈ കടലാസിലൊക്കെ ഞാൻ ഒപ്പിട്ടാ മതിയെങ്കിൽ സാറിന് അന്ന് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ശരിയാക്കി തരാം. സ്വയംപ്രഭ എവിടെ? ശീലാവതി സാറിന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. രണ്ടുപേരും കൂടെ എന്തോ സീരിയസ് ചർച്ചയില്ല. ഒന്നുകിൽ കൂടംകുളം ആണവ നിലം, അല്ലെങ്കിൽ കൊച്ചിയിൽ മെട്രോ റെയിൽവേയെ കുറിച്ചാ. ശീലാവതി സാർ അറിഞ്ഞോ? താലൂക്ക് ഓഫീസിലെ ചന്ദ്രമതിയുടെ ഇളയ മകള് ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എപ്പോ? ഇന്നലെ സംഭവം. പെണ്ണ് രാവിലെ കോളേജിൽ പോവാനെന്നും പറഞ്ഞ് പോയതാ. വൈകിട്ട് വരാൻ വൈകിയപ്പോ അന്വേഷിച്ചു. അപ്പോഴാ അറിയുന്നത് കോളേജിൽ ചെന്നിട്ടില്ലാന്ന്. പിന്നെ കൂട്ടുകാരികളോടൊക്കെ അന്വേഷിച്ചപ്പോഴാ സംഭവം മനസ്സിലായത്. പ്രേമം തുടങ്ങിയിട്ടേ നാള് കുറച്ചായിരുന്നു. രാവിലെയും വൈകിട്ടും കോളേജിലേക്കും വീട്ടിലേക്കും പോകുന്ന വഴിയിലായിരുന്നു പ്രേമത്തിന്റെ തുടക്കം. ഇതാ പ്രഭ ഞാൻ പറയുന്നത്, പെൺകുട്ടികളെ വളർത്തുമ്പോ സൂക്ഷിക്കണോന്ന്. പെൺകുട്ടികൾക്കൊരു അബദ്ധം പറ്റാൻ നോക്കിയിരിക്കുക ചില ആണുങ്ങള്. എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും, പെൺകുട്ടികളെ തനിച്ച് കോളേജിൽ വിടരുതെന്ന്. വഴി കാണുന്ന ഏതെങ്കിലും ഒരുത്തൻ കണ്ണു കാണിച്ചാൽ മതി, ഇവരങ്ങ് വീണു പോവും. സാർ, സ്വയംപ്രഭ ഒന്ന് വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ആളുകൾ ഒരുപാട് നിൽക്കുക, അവരെന്നെ ചീത്ത വിളിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു പ്രധാന കാര്യം സംസാരിക്കില്ലേ? മോഹനകൃഷ്ണൻ അറിഞ്ഞോ? താലൂക്ക് ഓഫീസർ ചന്ദ്രമതിയുടെ മോളെ
ഏതോരത്തിനോട് ഒളിച്ചോടി പോയെന്ന്. അതല്ലല്ലോ സാർ ഇവിടുത്തെ പ്രശ്നം. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. മോഹനകൃഷ്ണൻ സൂക്ഷിച്ചോ, ഒരു പെങ്ങള് വീട്ടിലുള്ളതാ. അതോർത്ത് സാർ വിഷമിക്കണ്ട. എന്റെ അനിയത്തിയെ നല്ല അച്ചടക്കത്തോടുകൂടി തന്നെയാണ് ഈ മോഹനകൃഷ്ണൻ വളർത്തുന്നത്. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയും. പക്ഷേ പെണ്ണാരുടെ കൂടെയെങ്കിലും ചാടിപ്പോയിട്ടെ വീട്ടുകാര് വിവരം അറിയും. വീട്ടില് നമ്മൾ നോക്കും, കോളേജിലെ ടീച്ചർമാര് നോക്കും. പക്ഷെ പുറത്ത് വഴിയിലോ നമുക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഈ കാലത്ത് പെൺകൊച്ചുങ്ങളെ വല്ല ഹോസ്റ്റലിൽ നിർത്തുന്ന നല്ലത്. മോഹനകൃഷ്ണൻ എന്ത് പറയുന്നു? എനിക്കിപ്പോ പറയാൻ ഒറ്റ കാര്യമാണുള്ളത്. സ്വയംപ്രഭ വന്ന അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കരമടച്ചു കൊടുക്കാം. താലൂക്ക് ഓഫീസിലെ ചന്ദ്രമതിയുടെ മകൾ ഒളിച്ചോടിപ്പോയെങ്കിൽ അത് വളർത്തു ദോഷം. പക്ഷെ മോഹനകൃഷ്ണൻ അനിയത്തിന്റെ കാര്യത്തിൽ ആ പേടി വേണ്ട. ഇതൊക്കെ പറയാൻ കൊള്ളാം. ആ പ്രഭേ, സത്യത്തില് ചന്ദ്രമതിയുടെ മോൾ ഓടിപ്പോയത് നന്നായി. കഴിഞ്ഞയാഴ്ച ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോ നമുക്ക് എന്തൊരു ജാടയായിരുന്നു. അവൾ വലിയ കളക്ടറാന്നല്ലേ അവളുടെ ഭാവം. ആ അടുത്ത പ്രാവശ്യം താലൂക്ക് ഓഫീസിൽ ചെല്ലുമ്പോ എനിക്ക് അവിടെ ഒന്ന് കാണണം. അഹങ്കാരമൊക്കെ ഒതുങ്ങി ഇപ്പൊ മര്യാദയായി കാണും അല്ലേ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. ഈയിടെയായി നീ എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ലക്ഷ്മി. അത് ദാസിന് തോന്നതാ. 3 മാസം കൂടി കഴിഞ്ഞ് എനിക്ക് പരീക്ഷയാ, പഠിക്കണ്ടേ? അതുകൊണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്കാകെ വിഷമാ. ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ ദാസ് പറയുന്നതല്ലേ? അല്ല ലക്ഷ്മി, പണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു മൊബൈൽ ഫോണെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് വിളിക്കാനും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, നിന്റെ 4-5 കൂട്ടുകാരികളുടെ നമ്പർ എനിക്കിതാ, ഞാൻ അവരുടെ ഫോണിൽ വിളിക്കാം. ലക്ഷ്മിയിലേത്? അതാരാ കൂടെയുള്ളത്? അവനെ കണ്ടാലേ അറിയാൻ കുഴപ്പക്കാരനാണെന്ന്. ലതയുടെയും മഞ്ജുവിന്റെയും അനിലയുടെയും നമ്പർ നാളെ തരാം. ആ നമ്പറിൽ വിളിച്ചാ മതി. ഞാൻ പോട്ടെ. ലത, മഞ്ജു, അനില, ഒരു വെട്ടിക്ക് 4 പക്ഷി. അടിച്ചു മോനെ. എന്താ അനുജന്റെ പേര്? പേര് പറയൂ. പ്രേമദാസൻ. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അനുജൻ ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതെന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്താ ഈ ഭാഗത്തെ പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ലേ? ബോർഡൊന്നും കണ്ടില്ലല്ലോ. എന്താണ് കളിയാക്കുന്നു? ഒരു കാര്യം ചോദിച്ചാൽ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോളാം. നീ എന്താ ആ പെൺകുട്ടിയോട് സംസാരിച്ചത്? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാത്. അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ ഞാൻ. അവൾക്കൊരു ചേട്ടനുണ്ട്, അരവട്ട. അയാള് ജീവിച്ചിരിക്കുമ്പോ എനിക്ക് അവളെ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ അയാളെ തട്ടണം, അല്ലെങ്കിൽ അവളെ കൊണ്ട് ഒളിച്ചോടണം. ഒളിച്ച്? നീ ഓടും അവളെ കൊണ്ട്? എന്തേ, അവൾക്ക് ഓടാൻ അറിയില്ല? താൻ തന്നെ പാട് നോക്കി പോടും. കഴിഞ്ഞ 2 വർഷമായിട്ട് അവൾ കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും സംസാരിക്കുന്നതാ ഞാൻ. ഇതുവരെ എന്നോടാരും ചോദിക്കാൻ വന്നിട്ടില്ല. പിന്നെയല്ലേ താൻ. നീ എന്താ ഇന്നത്ര താമസിച്ചത്? എന്റെ ചേച്ചി ഒന്നും പറയണ്ട. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോ താനിക്കുന്ന പരമേശ്വരൻ സാർ എന്നോട് പറയാ, ലക്ഷ്മി ശരിക്ക് പഠിച്ചാൽ നിനക്ക് റാങ്ക് കിട്ടേണ്ടതാ, വേണമെങ്കിൽ ഒരു ട്യൂഷൻ ഏർപ്പാടാക്കാമെന്ന്. മോഹനായിട്ട് സമ്മതിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നാളെ തന്നെ ഹോസ്റ്റലിലേക്ക് മാറുന്നു.
പെട്ടി കിടക്കി എടുത്തോ. അതെന്താ മോഹനേട്ട പെട്ടെന്ന്? പെട്ടെന്നല്ല, ഞാനിത് നേരത്തെ തീരുമാനിച്ചതാ. എന്നിട്ട് ഇത് രാവിലെ പറഞ്ഞപ്പോ മോഹനേട്ട സമ്മതിച്ചില്ലല്ലോ. അത് ഞാൻ വെറുതെ സമ്മതിക്കായിരുന്നതാ. ലക്ഷ്മിയെ ഹോസ്റ്റലിൽ വിടണമെന്ന് ഞാൻ കഴിഞ്ഞ മാസമേ തീരുമാനിച്ചതാ. അല്ലെങ്കിൽ തന്നെ പരീക്ഷ എടുക്കുമ്പോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് നല്ലത്. 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞെങ്കിൽ വരാമല്ലോ. ഏട്ടൻ എന്താ ഇത് രാവിലെ പറയാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് കോളേജിൽ പറയാമായിരുന്നല്ലോ. ഏട്ടനൊരു കാര്യം അറിഞ്ഞോ? ഇന്ന് വൈകുന്നേരം ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴി പരമേശ്വര സാറിനെ കണ്ടു. പിന്നെ എനിക്കറിയാം. അതെങ്ങനെ ഏട്ടനറിയാം? പരമേശ്വര സാറല്ലേ, വഴി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പരമേശ്വര സാർ എന്താ പറഞ്ഞോട് പറയാ? പരമേശ്വര സാർ പറഞ്ഞല്ലേ, അതെനിക്കറിയാം. അതെങ്ങനെ ഏട്ടനറിയാം? പരമേശ്വര സാറല്ലേ, നീ കണ്ടു കഴിഞ്ഞ ഉടനെ ഞാനും പരമേശ്വര സാറിനെ കണ്ടു. പരമേശ്വര സാറ് എന്നോട് പറഞ്ഞിരുന്നു. എന്ത്? നിന്നോട് പറഞ്ഞതൊക്കെ തന്നെ. നീ പുസ്തകവും ബാഗൊക്കെ പോയി പാക്ക് ചെയ്യ്, നാളെ പോവാളല്ലേ. ചെല്ല്, പരമേശ്വര സാറിന്റെ കാര്യല്ലേ. നീ പൊയ്ക്കോ, ഞാൻ കണ്ട്. നീ പൊയ്ക്കോ. ആ പിന്നെ മോളെ, നാളെ ഹോസ്റ്റലിൽ പോകുമ്പോ ഏട്ടൻ കൂടെ വരാം. വെള്ളിയാഴ്ച വൈകുന്നേരം നിനക്ക് ഇങ്ങോട്ട് വരാം. അപ്പോഴും ഏട്ടൻ വന്ന് കൊണ്ടുവന്നോളാം. ഏട്ടനെന്തൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് ഏട്ടന് ബുദ്ധിമുട്ടുണ്ടാവുക. അല്ല, മോൾ ഒറ്റയ്ക്ക് ബാഗും തൂക്കി വരുന്നതൊക്കെ ഓർത്തപ്പോഴാണ് ഏട്ടന് കൂടുതൽ ബുദ്ധിമുട്ട്. ഞാൻ വന്നോളാം. മോള് ശരി, ബാഗ് റെഡിയാക്കി. എന്തോ പ്രശ്നമുണ്ടല്ലോ, അതെന്താണ്? ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ എന്ത് പ്രശ്നം? രാവിലെ ഇവിടുന്ന് പോയ ആളല്ലല്ലോ ഇത്. ഈ പോക്കുവരവിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താത്? ഞാനിങ്ങോട്ട് വരുമ്പോ വഴിയിൽ ലക്ഷ്മി മോളൊരു വായി നോക്കി പോയി സംസാരിച്ചോണ്ടിരിക്കുന്നു. അതിനെന്താ, അവിടെ കൂടെ പഠിക്കുന്നവർ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയാ ഞാൻ കരുതിയത്. എന്നാൽ സംശയം തീർക്കാമല്ലോ എന്ന് കരുതി ഞാൻ അവനോട് കാര്യം ചോദിച്ചു. അപ്പൊ അവൻ പറയാ അവൻ ലക്ഷ്മി മോളെ കെട്ടാൻ പോവാണെന്ന്. അയ്യോ, ഞാൻ എതിർത്താൽ എന്നെ തട്ടിക്കളഞ്ഞിട്ട് അവളെ കെട്ടാന പരിപാടിയെന്ന്. അവൻ എല്ലാ ദിവസവും ലക്ഷ്മി കോളേജിൽ പോകുമ്പോ വഴിയിൽ വെച്ച് അവളെ കാണാറുണ്ടെന്ന്. അപ്പൊ അതാണ് കാര്യം. അവൾ അവനെ വഴിയിൽ വെച്ച് കാണാതിരിക്കാൻ അവളെ ഹോസ്റ്റലാക്കാമെന്ന് തീരുമാനിച്ചു. വേറെ വഴിയില്ല. വില്ലേജ് ഓഫീസറെ, എന്തായാലും ആ പഴയ സ്വഭാവം മാറിയിട്ടില്ല. മലയാളത്തിൽ ഞാൻ രാവിലെ പറഞ്ഞത് ഇതേ പേടികൊണ്ടാണ്. അങ്ങനെ ഒരു പയ്യനുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവന്റെ പേര് പ്രേമദാസൻ എന്നല്ലേ? നിനക്കെങ്ങനെ അറിയാം? ഒരിക്കൽ അവൾ അവനെ ഫോണിൽ വിളിച്ചത് ഞാൻ കണ്ടുപിടിച്ചതാ. അന്നാണ് അവളുടെ മൊബൈൽ ഞാൻ വാങ്ങിച്ചു വെച്ചത്. ഫോൺ വാങ്ങിച്ചു വെച്ചാലൊന്നും പ്രേമം തീരില്ല എന്ന് എനിക്കറിയാലോ. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ പോകുന്ന കാര്യം അവള് പറഞ്ഞപ്പോ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചത്. അല്ലാതെ അവളെ ഹോസ്റ്റലിൽ വിട്ടിട്ട് ഇവിടെ മുഴുവനായിട്ട് ഇങ്ങനെ ഭരിക്കാനല്ല. സോറി. ഇനി പറ, പെൺകുട്ടികൾ ഹോസ്റ്റലിൽ പോയതുകൊണ്ട് മാത്രമല്ല ചീത്തയാകുന്നത്. ചീത്തയാവണമെങ്കിൽ പബ്ലിക് റോഡിൽ പോവാം. അപ്പോഴെന്താ? ലക്ഷ്മി നാളെ രാവിലെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീട് മുഴുവനായിട്ട് ഭരിക്കുന്നതാണ് നീ, നമ്മൾ. ചിലപ്പോ ഞാൻ മാത്രമേ. ചുമ്മാ പറഞ്ഞല്ലേ. കാലം കലികാലമാണ്. പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനായി അവളുടെ ആങ്ങളെ തട്ടിക്കളയാൻ പോലും മടിക്കാത്ത കാമുക കേസരികൾ അരങ്ങു വാഴുമ്പോൾ മോഹനകൃഷ്ണനെ പോലുള്ളവർ പേടിക്കാതെ പറ്റില്ല. ആള് മോഹനകൃഷ്ണൻ ആയതുകൊണ്ട് പേടിയുടെ ഡോസ് കുറച്ച് കൂടുകയും ചെയ്യുമെന്ന് പ്രേക്ഷകർക്കറിയാം. ആളുകളെ പേടിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ലാത്തതുകൊണ്ട് തീരെ നിസ്സാരമായ മറ്റൊരു വിശേഷവുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.